ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അപ്പോൾ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ രണ്ട് ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പോൾ നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് പാത്രങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ഓഫറും ന്യൂ ഇയർ ഓഫറും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല വില കുറവിൽ കിട്ടും. പിന്നെ ഇൻഡസ് വാലിയത്തെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഒക്കെ 100% നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും. ഞാൻ അധികം ഇൻഡസ് വാലിയത്തെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മളെ കിച്ചണിൽ യൂസ് ചെയ്യൽ. അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നിങ്ങളെ മുന്നിൽ കാണിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് കൂട്ടുകാർ ഒരുപാട് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അയൺ പാത്രങ്ങളാണെങ്കിലും ഇതേപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും ഒക്കെ നമ്മളെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിച്ച ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളി നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ലൊരു സോസ് പാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്തത് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ ഒരു ഫ്രൈ പാനാണ് കേട്ടോ. ഇത് 22 സെൻറ്റിമീറ്ററുള്ള ഒരു ഫ്രൈ പാനാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രൈ പാനാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിൽ കുക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇൻഡസ് വാലിയിൽ ഒരുപാട് നല്ല നല്ല പ്രൊഡക്റ്റുകളുണ്ട്. നമുക്ക് ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അയൺ കാസ്റ്റേൻ്റെ പാത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രൈ പാൻ്റെ കൂടെ വുഡിൻ്റെ ഒരു തവിയും വന്നിട്ടുണ്ട്. പിന്നെ ഇവരെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് 100% വിശ്വസിച്ച് വാങ്ങിക്കാം. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം, ഞാൻ വെറുതെ പറയാമല്ലോ കേട്ടോ. നമ്മൾ അധികം ഇൻഡസ് വാലിയത്തെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ സോസ് പാൻ ഒന്ന് നോക്കട്ടെ നമുക്ക്. ചെറിയൊരു സോസ് പാനാണിത്. 1 ലിറ്ററിൻ്റെ ആണ് തോന്നുന്നുണ്ട്. പാലൊക്കെ തിളപ്പിക്കാനും അതേപോലെ ചായ ഇടാനും പിന്നെ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കുമല്ലോ ചെറിയ കുട്ടികൾക്ക്, അങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു സോസ് പാനാണ്. നമ്മൾ ചായ ഇട്ട് വെച്ചാൽ അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും ചൂടാറൊന്നും ചെയ്യൂല കേട്ടോ. ഇതിൻ്റെ അടിഭാഗം നല്ല കട്ടിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ സിലിക്കനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിഡിലുള്ള ആ നോവും സിലിക്കൺ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മളെ ഫ്രൈ പാന്. 22 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഈ ഒരു ഫ്രൈ പാന്. നല്ല കനമുള്ള നല്ലൊരു പാനാണ്. നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിലും മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിലൊക്കെ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പാന് നല്ലപോലെ ചൂടായാലും ഇതിൻ്റെ ഹാൻഡിൽ അങ്ങനെ ചൂടാവുകയൊന്നും ചെയ്യൂല. നമുക്ക് ഗ്യാസിലും ഇൻഡക്ഷനിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മരത്തിൻ്റെ ഒരു തവിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പാത്രങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള 2 പാത്രങ്ങളും നമുക്കൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കിച്ചണിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതൊക്കെ സീസണിങ് കഴിഞ്ഞ് വരുന്ന പാനുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സെബീന പൊടിയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പാത്രം കഴുകാൻ ഇതാണ് അധികം യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഏത് ലിക്വിഡാണോ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്നത് ആ ലിക്വിഡ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ച് കഴുകിയാൽ മതി. സെബീനപ്പൊടി അല്ല കേട്ടോ, സെബീനപ്പൊടിൻ്റെ പോലെ തന്നെയാണിത്. ഇതിൻ്റെ പേര് സ്ലേവി എന്നാണ്. പിന്നെ പണ്ടൊക്കെ അമ്മമാരൊക്കെ പാത്രം കഴുകാൻ ഈ ഒരു സെബീനപ്പൊടിയാണല്ലോ അല്ലേ യൂസ് ചെയ്യുക. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് കേട്ടോ, സെബീനപ്പൊടി കൊണ്ടാണ് പാത്രമൊക്കെ കഴുകിയത് ആദ്യമൊക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഹോം ഷോപ്പത്തെ പ്രോഡക്റ്റാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാനും ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇത് പാത്രം കഴുകാനും അതേപോലെ തന്നെ നമ്മളെ പിന്നെ ബാത്റൂമിലത്തെ ചുമരൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ഒരു പിന്നെ ടൈൽസിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ കറ കെട്ടിയ സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പിന്നെ ഇത് കുറച്ചാക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും.
അതേപോലെ തന്നെ ചായക്കരയൊക്കെ പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഉള്ളൊക്കെ കുറച്ച് ചുമന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകാൻ നല്ലതാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കിട്ടും, നല്ല നിറം കിട്ടും. ഈ സ്ലേവിൻ്റെ റേറ്റ് 20 രൂപയുള്ളൂ കേട്ടോ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് നടക്കും. അപ്പോൾ ഇതാ നമ്മളെ സോസ് പാനൊക്കെ ഞാൻ കഴുകിയെടുത്തു. ഇനി അതേപോലെ തന്നെ ഫ്രൈ പാനും ഈ ഒരു സ്ലേവ് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ച വരെ നമുക്ക് വർക്ക് ഉണ്ടായിനി. ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പം. അപ്പോൾ ഇനി കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കണം. അപ്പം നമുക്ക് പുതിയ പാത്രത്തിൽ തന്നെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ ഇടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പാത്രമാണ് ഇട്ടത്. അപ്പോൾ ഞാനിത് അവിടെ പാത്രമൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് പാലും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചായ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. പിന്നെ ചായക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ ചെറിയൊരു കഷ്ണം പട്ട ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചിലർ ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കും. ഞാൻ ഇപ്പോൾ ഏലക്കായ അല്ല ഇട്ടിടുന്നത്, പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ പാലും വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുത് മതി കേട്ടോ. അപ്പോൾ ചായ ഞാൻ ഈ കറണ്ട് അടുപ്പുമ്പോൾ തന്നെയാണ് കേട്ടോ അധികം വെക്കൽ. ഗ്യാസുമ്പോൾ അങ്ങനെ ചായ വെക്കലില്ല. അതുമ്പോൾ ചായ വെച്ചാലുണ്ടല്ലോ എളുപ്പത്തിൽ തിളച്ച് കിട്ടും. അപ്പോൾ നമ്മൾ കറണ്ട് അടുപ്പ് അധികം യൂസ് ചെയ്യൽ ചായ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ചൂടുവെള്ളം ഉണ്ടാക്കാനും പിന്നെ അതേപോലെ ചോറ് വെക്കാനൊക്കെ ഞാൻ അധികം കറണ്ട് അടുപ്പ് തന്നെ കേട്ടോ യൂസ് ചെയ്യൽ. ചോറ് നമ്മളധികം വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുക. പക്ഷേ ചിലപ്പം ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നേരത്തെ പോകേണ്ടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അടുപ്പ് എത്തിക്കാനൊക്കെ മടിയുള്ള ദിവസം ഉണ്ടാവും. അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ കറണ്ടടുപ്പുമ്പോൾ തന്നെയാണ് കേട്ടോ പിന്നെ ചോറൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കറണ്ടടുപ്പുമ്പോൾ വെച്ചാൽ പെട്ടെന്നാവും കേട്ടോ ചായ. അപ്പോൾ ചായക്ക് വെള്ളം വെക്കുമ്പോൾ തന്നെ പഞ്ചസാര അപ്പം തന്നെ ചേർത്ത് കൊടുക്കും. പിന്നെ തിളച്ചിട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ചായയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കടിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ കേക്ക് ഉണ്ട്. എൻ്റെ ഫ്രണ്ട് വന്നീനി ഇന്നലെ. അപ്പോൾ ഓൾ വന്നപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേക്ക് ഉണ്ട്. അപ്പോൾ ഇനി അത് മതി ചായക്ക് കടിയെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് കുറച്ച് ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണല്ലേ. അപ്പോൾ ഇവിടുത്തെ മക്കൾക്ക് ചോറ് അങ്ങനെ പറ്റില്ല കേട്ടോ. ചോറ് പറ്റുകയൊക്കെ ചെയ്യും. നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഒരു ചോറ് കഴിക്കും, അല്ലെങ്കിൽ അവർക്ക് ചായയും കടിയും തന്നെ വേണം. അപ്പോൾ ഇതാ കേക്ക് ഉണ്ട്. കേക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കേക്ക് ഇഷ്ടമില്ലാത്തവരാരല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക്. അതേപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടമാണ്. ആദ്യമൊക്കെ എപ്പോഴും ഒരു കേക്ക് ഉണ്ടാക്കണ പണിയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനത്തെ പിരാന്തൊന്നുമില്ല. ഒന്നാമത് സമയമില്ലായിട്ടാണ്. പിന്നെ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേക്ക്. ഇപ്പോൾ ക്രീമുള്ള കേക്കും ക്രീമില്ലാത്ത കേക്കും ഒക്കെ ഉണ്ടാക്കിനി. ചില സമയത്ത് ഓരോ തോന്നലാണ്. വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനത്തെ തോന്നലൊക്കെ വരിക. എനിക്ക് അങ്ങനെ കേട്ടോ. അധികം ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ നോക്കും ഞാൻ. കുക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതാവും. ഇപ്പോൾ പിന്നെ അങ്ങനെ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ വേഗം കിടന്നുറങ്ങാൻ നോക്കും. ഇപ്പോൾ അതാണ് കേട്ടോ ഇപ്പോഴത്തെ ഹോബി. അപ്പോൾ എന്തായാലും ചായയും ഒരു കഷ്ണം കേക്കൊക്കെ കഴിക്കട്ടെ. പിന്നെ വൈകുന്നേരത്തിന് ഇന്ന് ദോശയാണ് കേട്ടോ. ദോശയും ചിക്കൻ കറിയാണ്. അപ്പോൾ ദോശമാവ് രാവിലെ ഉണ്ടാക്കിയ ദോശൻ്റെ മാവുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ചോറും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ ഞാൻ പിന്നെ കഴുകിയൊക്കെ വെള്ളം ചോരാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ്റെ മസാല തേച്ച് വെക്കുകയാണ്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവറും ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. കോൺഫ്ലവർ ആദ്യം ചേർത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ ഒക്കെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കറി ആയിട്ടാണ് ഉണ്ടാക്കുക. ഒന്നും ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മുട്ടയൊന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക്. അപ്പോൾ ആ ചിക്കനിൽ മസാലയൊക്കെ നല്ലോണം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറേ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്നും സമയമില്ല. ഞാനതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യണത്. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാനിവിടെ നമ്മളെ പുതിയ ഫ്രൈ പാൻ ഉണ്ടല്ലോ, പുതിയ ഫ്രൈ പാൻ ഇത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രൈ പാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ചെറിയ പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ചെറിയൊരു കടായി ഉണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേ. ഇപ്പോൾ ഞാൻ അധികം കുക്കിംഗ് ആയി തന്നെയാട്ടോ ചെയ്യാറ്. നിങ്ങൾ വീഡിയോയിൽ കാണലുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രൈ പാനും കൂടെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതാ നമ്മളെ പാനൊക്കെ ചൂടായിട്ടുണ്ടേന് അതിക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം അങ്ങോട്ട് മൊരിച്ചെടുക്കണമൊന്നുമില്ല കേട്ടോ.
പിന്നെ ചില ആൾക്കാരൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കണതാണ്, ഇങ്ങനെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ അടിയിൽ പിടിക്കൂലേ എന്ന് ചോദിക്കും. എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴൊക്കെ അടിയിൽ പിടിക്കൂലേ ചോദിക്കും. പക്ഷേ അങ്ങനെ അത് അടി പിടിക്കൊന്നുമില്ല കേട്ടോ. അതെന്താ വെച്ചാൽ തീ നമ്മൾ നല്ലോണം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അടിയിലൊക്കെ പിടിക്കും. ഇത് ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതേപോലെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു, ഇപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തല്ലോ, പിന്നെ നമ്മൾ തീ ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം. നല്ലോണം ചൂടാണ് സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇങ്ങനെ വെക്കുമ്പോഴാണ് അടിയിൽ പിടിക്കുക. ഈ ഒരു ഫ്രൈ പാനിൻ്റെ അടിഭാഗം നല്ല കനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചൂടാറില്ല. അപ്പോൾ ചെറിയ തീ ഉണ്ടെങ്കിൽ തന്നെ അതിൽ കടന്നിട്ട് അങ്ങനെ കുക്കാവും. അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, നമുക്ക് ഗ്യാസും ലാഭിക്കാം. അതേപോലെ തന്നെ പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെയാണ് ഇതേപോലെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ പോകുമല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റീലിൻ്റെ പാത്രമാകുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം. അങ്ങനെ കോട്ടിങ്ങും കാര്യങ്ങളൊന്നും പോകില്ലല്ലോ. അങ്ങനെ ചിക്കന് ഫസ്റ്റ് ഡ്രിപ്പ് ഇട്ട് കൊടുത്തതൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ കുറച്ചും കൂടെ ഉണ്ടായിന് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിന് കേട്ടോ, കുറച്ച് വലിപ്പത്തിലാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിന്. അതേപോലെ ഒരു തക്കാളിയും അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അത് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വെള്ളമായിട്ടുള്ള കറിയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു എണ്ണയ്ക്ക് ഇതാ ഞാൻ ഇപ്പോൾ നമ്മൾ തക്കാളിയും സവാളയൊക്കെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കി കൊണ്ടുവന്നല്ലോ, ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചച്ചവ മാറി കിട്ടണം കേട്ടോ. എണ്ണയിൽ കടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് മൂത്ത് വരണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ വിചാരിക്കണ അത്ര ടേസ്റ്റ് കിട്ടൂല കറിക്ക്. അപ്പോൾ കുറച്ച് നേരം ഈ ഒരു എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതേപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കറിക്കൂട്ടിൻ്റെ ചിക്കൻ മസാലയാണ് കേട്ടോ കുറച്ച് ചേർത്തത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പൊടികളെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കന് ശരിക്ക് വെന്തിട്ടൊന്നുമില്ല, ഉള്ളൊക്കെ കുറച്ച് വേവാനുണ്ട്. നമ്മൾ നല്ലോണം അങ്ങോട്ട് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണുള്ളൂ. ഇനി വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കൊന്നും വേണ്ട കേട്ടോ, ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ വേവാൻ. പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ലേനി, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരട്ടെ. പിന്നെ ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ ഭാഗത്തൊക്കെ ഒന്ന് കാട് വെട്ടുന്നുണ്ട്, ഇനി മെഷീൻ കൊണ്ട് ഇങ്ങനെ കാട് വെട്ടുമല്ലോ അങ്ങനെ കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ തലവരെ കാണും. മറ്റേതിങ്ങനെ പൊന്തിയും കാടും ആയിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും വല്ലാതെ കാണൂല. കാട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തേക്കും നോക്കുമ്പോൾ ഒരു വെളിച്ചേക്കാരം, ഇല്ലെങ്കിൽ ഒരു മൂകതേക്കാരം കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കും ഒരു എന്താ പറയുക, ഒരു ഗതിയുടെക്കാരം. അപ്പം അതൊക്കെ നോക്കിന്ന് കുറച്ച് നേരം. പിന്നെ ഇവിടെ 2 കാന്താരിമരമുണ്ട് കേട്ടോ. അപ്പോൾ അതിന്മേൽ കുറച്ച് കാന്താരിമുളക് ഉണ്ട് മൂത്തത്, അപ്പോൾ അതൊന്ന് പറിക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ പഴുക്കും. പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. പഴുത്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എടുക്കലില്ല കേട്ടോ, നല്ല എരിവ് വയ്ക്കാരം. പിന്നെ അപ്പം അങ്ങനെ എടുക്കാൻ തോന്നില്ല. ഈ പച്ചയാകുമ്പോൾ പിന്നെ നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കുക. പിന്നെ ആ വെള്ള കാന്താരിമുളക് ഉണ്ടല്ലോ, അതിലേറെ നല്ലതാണ് കേട്ടോ ഈ ഒരു ചെറിയ കുഞ്ഞ് കാന്താരിമുളക്. നല്ല ടേസ്റ്റുമാണിത് അതിനെക്കാട്ടിലും. അപ്പോൾ അതൊക്കെ പറിച്ചു കൊണ്ടുവന്നു. പിന്നെ അധിക നേരമൊന്നും ഈ സമയത്ത് മുറ്റത്ത് കൂടെ നടക്കൂല കേട്ടോ, നല്ല കൊതുകാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത്. അങ്ങനെ അകത്ത് വന്നതാണ് നമ്മളെ ചിക്കൻ കറി ഒന്ന് തുറന്നു നോക്കിട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെന്തിട്ടുണ്ട്, ഇനി വേവായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടോ, ചെറിയ തീയിലിട്ടിട്ട് തന്നെ. ഇപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഞാൻ. എന്നിട്ട് കണ്ടോ അതിങ്ങനെ തിളക്കണ്. അപ്പോൾ ഈ ഒരു ചട്ടീൻ്റെ ചൂട് കൊണ്ടാണ് കേട്ടത്. നമ്മൾ മൺചട്ടിയിലൊക്കെ കുക്ക് ചെയ്താൽ ഇങ്ങനെ തീയൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ തിളക്കണം കണ്ടിട്ടില്ല, അതേപോലെ കുറേ സമയം ഇതിലും ചൂട് നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഒന്നും അങ്ങനെ അധികം ചിലവാകുമൊന്നും ചെയ്യൂല.
അപ്പോൾ നമ്മളെ ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ രാവിലത്തെ ദോശ ഉണ്ട് ഇനി. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിക്ക് ദോശ വേണം പറഞ്ഞപ്പോൾ ഞാൻ ചിക്കനും ദോശയൊക്കെ കൊടുക്കണുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ദോശയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് രാത്രിക്കൊക്കെ ദോശയാണ് പറഞ്ഞല്ലേ ഞാൻ. അപ്പോൾ അത് ചൂടോടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയത്താട്ടോ ചുട്ടെടുക്കുക. ഇപ്പം ദോശ ഒന്നും ചുടൂല. അങ്ങനെ ചിക്കനും പിന്നെ ദോശയൊക്കെ നമ്മൾ ഐഫക്കുട്ടിക്കും കൊടുത്തു. ഐഫക്കുട്ടീൻ്റെ അടുത്ത് നിന്ന് പിന്നെ അത് മഞ്ജുമോള് വാങ്ങിക്കൊണ്ടുപോയി ഹോള് കഴിച്ചിട്ടോ. പിന്നെ കുറച്ച് ഓറഞ്ച് ഉണ്ടായിനി, അത് ഞാനിതാ ഇതേപോലെ ഇങ്ങനെ വട്ടത്തിലാക്കിയിട്ട് കുറച്ചൊരു പുളിപ്പുണ്ട് ഇതിന്. അപ്പോൾ വല്ലാതെ ആരും ഇത് കഴിക്കണില്ല. അപ്പോൾ അങ്ങനെ ഉപ്പും മുളക് പൊടി ഇട്ടാൽ പിന്നെ അങ്ങനെ ചിലവായിക്കോളും. ഇവിടെ എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. എന്ത് കൊടുക്കുകയാണെങ്കിലും ഉപ്പും മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു തിന്നും. ഇനിയിപ്പോൾ ഈ അടക്കപ്പായ ഉണ്ടല്ലോ, പേരക്ക, അതൊക്കെ ഇതേപോലെ ഉപ്പും മുളകും പൊടി ഇട്ടാണ്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു കഴിക്കും, പക്ഷേ അങ്ങനെ കഴിക്കുന്നത് ഏറെ ഒരു ഇഷ്ടമാണ്. അങ്ങനെ ടെറസിൻ്റെ മേലെ കൊണ്ടുപോയിട്ടാട്ടോ അത് കഴിക്കണത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി നല്ലോണം പടർന്ന് വാർപ്പിൻ്റെ മേലേക്ക് വന്നിക്കണം കേട്ടോ. നല്ലോണം കായുണ്ട് കേട്ടോ അതുമ്മ കൂടെ. അപ്പോൾ ഒന്ന് ഞങ്ങൾ ഇതിൻ്റെ മേലേക്ക് കയറി വന്നപ്പോൾ തന്നെ ചാടി കിടക്കണതാട്ടോ കണ്ടത്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ നമ്മളെ താഴെയാണ് കേട്ടോ ഇതിൻ്റെ പിന്നെ മുരടുള്ളത്. ഈ പ്ലാവ് ഉണ്ടല്ലോ, ഈ പ്ലാവുമ്മ കൂടെ അങ്ങനെ പടർന്ന് നിൽക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലേന്ന് അറിയില്ല, ഇഷ്ടംപോലെ കായകളുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. പ്ലാവിൻ്റെ ഇലകൊണ്ട് കാണായിട്ടാണ് കേട്ടോ. മക്കളെപ്പോഴും കയറിപ്പോരും കേട്ടോ ടെറസിൻ്റെ മേലേക്ക്. ഒരു കാര്യമായിട്ട് ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് ഇവിടെ ഉണ്ടായിട്ടാണ്, ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഓരോ താല്പര്യങ്ങളാണ് കേട്ടോ. പിന്നെ അതേപോലെ ഈ റംബുട്ടാൻ, അതേപോലെ ഓറഞ്ച്, നാരങ്ങ ഒക്കെ തിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കുരു ഉണ്ടാവുമല്ലോ, കുരുവൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിടും ഇവിടെ. അപ്പോൾ അതൊക്കെ മുളച്ചുണ്ടായും ചെയ്തിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ റംബുട്ടാനൊക്കെ പിരിച്ച് കുഴിച്ചിട്ടാൽ ഉണ്ടാവുമോ അല്ലേന്നൊന്നും അറിയില്ല. അതിൻ്റെയൊക്കെ തൈകൾ ഉണ്ടായിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിന് കേട്ടോ, വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.